अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। अल्हम्दुलिल्लाहि रब्बिल आलमीन। अल्लाहुम्मा सल्लि अला सय्यदिना मुहम्मदिन व अला आलि सय्यदिना व मौलाना मुहम्मद। ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തുമുഅ്മിനീങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരുടെയും ഈ ഇരുത്തം അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപക്ഷേ നമ്മുടെ ഈ മജ്ലിസ് അൽഹംദുലില്ലാ മഗ്രിബ് കഴിഞ്ഞ് കാണുന്നവരുണ്ടാകാം, ഇശാ നിസ്കാരം കഴിഞ്ഞ് കാണുന്നവരുണ്ടാകാം. ചിലപ്പോൾ കിടക്കുന്ന സമയത്ത് ഈ ഒരു നമ്മുടെ മജ്ലിസ് വെച്ചുകൊണ്ടായിരിക്കാം കിടക്കുന്നത്. ചില ആളുകൾ ഇന്നത്തെ രാത്രി ഒരുപക്ഷെ മജ്ലിസ് കേൾക്കാൻ പറ്റുന്നില്ല, ഉസ്താദ് ഞങ്ങൾക്ക് പിറ്റേന്ന് പകലാണ് കേൾക്കുന്നത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ മജ്ലിസ് കേൾക്കാവുന്നതാണ്, അതിൽ പങ്കെടുക്കാവുന്നതാണ്. അൽഹംദുലില്ലാ രാവിലെ പങ്കെടുത്തവർക്ക് രാത്രിയും ഇത് കേൾക്കാം, നിങ്ങൾക്ക് ഒന്നിച്ചു ചൊല്ലാം. ഒരുപാട് നേട്ടം ഇൻഷാ അല്ലാഹ് എല്ലാത്തിലും കിട്ടുന്നതാണ്. പുണ്യമായ മുഹറം മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ഒരു രാവ് വെള്ളിയാഴ്ച രാവിലാണ് അൽഹംദുലില്ലാ നമ്മളെല്ലാവരും ഉള്ളത്. നാളെ പവിത്രതയേറിയ മുഹറം മാസത്തിൻ്റെ പുണ്യമായൊരു വെള്ളിയാഴ്ച ദിവസമാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. അള്ളാഹുവിൻ്റെ മലക്കുകൾ ധാരധാരയായി ഭൂമിലോകത്തേക്ക് ഇറങ്ങി വന്ന് അവൻ്റെ അടിമകൾ, അള്ളാഹുവിൻ്റെ അടിമകൾക്ക് വേണ്ടി ഒരുപാട് നന്മകൾ കിട്ടാനും ഒരുപാട് കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കണേ എന്ന് നമുക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുന്ന ഒരു സമയമാണ്, സന്ദർഭമാണ്. പിന്നെ മാത്രമല്ല നാളെ വെള്ളിയാഴ്ച ദിവസം കൂടിയാണല്ലോ. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ശ്രേഷ്ഠത മഹത്വമൊക്കെ നമുക്കറിയാം. എന്തായാലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന ദുആകൾ സ്വീകരിക്കട്ടെ, നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു തആല കബൂലാക്കട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. മുത്തായ ഹബീബിൻ്റെ പേരിൽ ഒരു സ്വലാത്ത് നമുക്ക് ആദ്യം പറഞ്ഞിട്ട് അതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത്, ദിക്റുകൾ, ഇസ്തിഗ്ഫാറുകൾ, മറ്റ് അല്ലാഹുവിൻ്റെ ഇസ്മുകൾ എല്ലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിത പ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ. നമ്മുടെ ദുആകൾ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു തആല മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ ദിക്റിന്റെ മജ്ലിസിലേക്ക് കടക്കാം. ആദ്യമായി സ്വലാത്ത് നമ്മൾ പറയുകയാണ്. സ്വലാത്ത് ഏത് സമയത്തും നമുക്ക് പറഞ്ഞാൽ നിരവധി നേട്ടങ്ങളാണെന്ന് അറിയാമല്ലോ. സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം ഞാനിവിടെ പറഞ്ഞ് സമയം ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് നേട്ടമാണ്. സ്വലാത്ത് പറഞ്ഞാൽ കിട്ടാത്ത നേട്ടമൊന്നുമില്ല, എല്ലാ നേട്ടവും കിട്ടും. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ ഈ സ്വലാത്ത് അല്ലാഹു തആല കാരണമാക്കി അനുഗ്രഹിക്കട്ടെ. പറഞ്ഞോ, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ
യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. പരിശുദ്ധമായ മുഹറം മാസം, ആ മുഹറം മാസത്തിൻ്റെ എല്ലാ ദിവസവും, ഇന്നും ഇനി നാളെയും മറ്റന്നാളും എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലിയിരിക്കേണ്ട, നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു പ്രത്യേകമായ ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. അത് വേറൊന്നുമല്ല, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അല്ലാഹുവേ, എല്ലാ സമയത്തും, പുതിയൊരു വർഷമാണല്ലോ ഇത്, പുതിയൊരു മാസമാണ്. അപ്പോൾ റബ്ബേ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എൻ്റെ എല്ലാ അവസ്ഥയിലും റബ്ബേ നിനക്കാകുന്നു സർവസ്തുതിയും. വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്, പടച്ചവനെ എല്ലാ തെറ്റുകളിൽ നിന്നും ഞാനിതാ നിന്നിലേക്ക് ഇസ്തിഗ്ഫാർ തേടുകയാണ്, പാപമോചനം തേടുകയാണ്. ഇതാണ് ആ ഒരു ദിക്റിൻ്റെ അർത്ഥം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതൊരു ദിക്ർ, ഈ പുണ്യമായ ഇസ്തിഗ്ഫാർ വലിയ ഒരു പ്രതിഫലം കിട്ടുന്ന അമലാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നമുക്ക് ഈ ഒരു ദിക്ർ പറയാം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹി
على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു മാസമാണ് മുഹറം മാസം. മുഹറം മാസത്തിൻ്റെ പ്രധാനപ്പെട്ട ആ മുഹറം 10 അന്നാണല്ലോ ആ ഒരു വലിയ അത്ഭുത സംഭവം ഉണ്ടായത്. മഹാനവറുകൾ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെട്ടത് വിശുദ്ധമായ ഖുർആൻ നമുക്ക് സാക്ഷ്യപ്പെടുത്തി തരുന്നുണ്ട്. അവിടെ അദ്ദേഹം പറഞ്ഞ ആ ഒരു വാചകം പറയുന്നു, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, പടച്ചവനെ, നീയല്ലാതെ ആരാധനക്കർഹനില്ല, ഞാൻ അക്രമം ചെയ്തവരിൽ പെട്ടുപോയി എന്നുള്ള അർത്ഥം വരുന്ന ആ ഒരു പുണ്യമായ ദിക്ർ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളും നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാനും നമുക്ക് ഒരുപാട് നിഅമത്തുകൾ ജീവിതത്തിൽ കിട്ടാനും എല്ലാവിധ ബറക്കത്തും ജീവിതത്തിൽ സമാധാനവും ഉണ്ടാവാനും നമുക്ക് ഈ ഒരു ദിക്ർ പര്യാപ്തമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ദിക്റിൻ്റെ മജ്‌ലിസിൽ മാത്രമല്ല, ഇതല്ലാത്തപ്പോഴും നിങ്ങൾക്ക് ഈ ദിക്ർ പറയാം കേട്ടോ. ഇൻഷാ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത
أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين നാല് കാര്യങ്ങൾ അല്ലാഹുവിനോട് എപ്പോഴും ചോദിക്കണം. ഒന്നാമത്തേത് നമ്മുടെ തഖ്വയാണ് അല്ലേ, നമ്മുടെ ആ വിശ്വാസം, തഖ്വ, സൂക്ഷ്മത, അത് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. അത് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം. പിന്നെയോ നമ്മുടെ ജീവിതത്തിൽ ഒരു പവിത്രത ഉണ്ടാവണം അല്ലേ, അള്ളാഹുവിൻ്റെ ഏത് തീരുമാനം വന്നാലും അതൊക്കെ ഏറ്റെടുക്കാനും, അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള ക്ഷമ കിട്ടാനും, ജീവിതത്തിൽ എല്ലാവിധ തിന്മകളിൽ നിന്നും മാറി നിന്നിട്ട് നല്ല ഒരു ജീവിതം കിട്ടാനും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. പിന്നെ നമ്മുടെ ശരീരത്തിന് ആഫിയത്ത് നമ്മൾ ചോദിക്കണം, അള്ളാഹുവിനോടുള്ള എല്ലാവിധ കബൂലിയത്തും നമ്മൾ ചോദിക്കണം. ഇതെല്ലാം ചോദിച്ച് ഇതെല്ലാം കിട്ടുന്ന, അതായത് ദുന്യാവും ആഖിറവും ഒക്കെ നമുക്ക് വിജയിച്ച് കിട്ടാൻ പറ്റുന്ന പുണ്യമായ ഒരു ദുആയുണ്ട്. ആ ദുആ നമുക്കൊന്ന് പറഞ്ഞാലോ? പറഞ്ഞോ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക الهدى والتقى والعفاف والغنى اللهم إني أسألك 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 الهدى والتقى والعفاف والغنى اللهم إني
അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. 10 പ്രവാചകന്മാർക്ക് അല്ലാഹു തആല 10 സഹായങ്ങൾ കൊടുത്ത ഒരു മാസമാണ്, പ്രത്യേകിച്ചൊരു ദിവസമാണ് മുഹറം 10. അപ്പോൾ അതിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് ആ ഒരു 10 പ്രവാചകന്മാരിൽ പ്രധാനപ്പെട്ട ആളാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിക്ക് അല്ലാഹു തആല ഒരുപാട് നിഅമത്ത് കൊടുത്തു, അതിനേക്കാൾ ഉപരി ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുത്തു. ആ പരീക്ഷണങ്ങളിലൊക്കെ മഹാനവർകൾ പിടിച്ചു നിന്നത് ഒരൊറ്റ വാക്കുകൊണ്ടാണ്, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഇൻഷാ അല്ലാഹ് നമുക്കും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ തടഞ്ഞു നിർത്താൻ ഒരു പരിചയമായി നമുക്ക് ഈ ഒരു ദിക്ർ നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറഞ്ഞാലോ? ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളായ ആളുകളുണ്ടല്ലേ? അല്ലാഹു തആല ഈ മുഹറം മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ക്യാൻസർ രോഗം, അതുപോലെ ബ്രെയിൻ ട്യൂമർ,
അതുപോലെ ബ്ലോക്ക് വന്ന് സർജറി കഴിഞ്ഞ് കിടക്കുന്ന ആളുകളുണ്ട്, അതുപോലെ അറ്റാക്ക് വന്നവരുണ്ട്, സ്ട്രോക്ക് വന്നവരുണ്ട്, നരമ്പിൻ്റെ പ്രശ്നം, ന്യൂറോ പ്രശ്നങ്ങൾ വന്നവരുണ്ട്, അതുപോലെ തന്നെ ശാരീരികമായ മാനസികമായ ഒരുപാട് ബുദ്ധിമുട്ട്, പ്രയാസ, പ്രതിസന്ധി രോഗങ്ങൾ കൊണ്ട് പ്രശ്നത്തിലായ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഒക്കെ നമ്മുടെ വീഡിയോകൾ കാണുന്നവരാണ്. അവരൊക്കെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പരിസരത്തുമൊക്കെ ഹോസ്പിറ്റലിലൊക്കെ കഴിയുന്ന നിരവധി ആളുകളുണ്ട്. എല്ലാവരുടെയും രോഗങ്ങളൊക്കെ ശിഫയാവാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യുന്നു. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോട്ടോ. اللهم اشف أمراضنا وأمراض من أوصانا يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇന്നത്തെ ദിക്റിന്റെ, സ്വലാത്തിന്റെ, തസ്ബീഹിന്റെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമ്മൾ ചൊല്ലിയ ഓരോരുത്തർക്കും അല്ലാഹു തആല നൽകുമാറാവട്ടെ. ഒരുപാട് നേട്ടങ്ങളും പ്രത്യേകതകളൊക്കെ ഉള്ള രാവുകളാണ്, പകലുകളാണ്. അതിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും ഈ ദിക്റുകൾ കൊണ്ട് മാത്രം ഒതുക്കരുത്. നിങ്ങൾക്ക് സ്വന്തമായി അറിയാവുന്ന എല്ലാ ദിക്റുകളും, സ്വലാത്തുകളും, തസ്ബീഹുകളൊക്കെ പറയുക. വിശുദ്ധമായ ഖുർആൻ പാരായണം മറന്നു പോവണ്ട. എല്ലാ ദിവസവും പറ്റുന്ന പോലെ യാസീൻ ഓതണം. അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിഅ എല്ലാം അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും സ്പെഷ്യലായി എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസ് നമ്മൾ ദ്വാരക്കും. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനൊക്കെ ഓതിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു തആല ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أرحم الراحمين يا കരുണയുള്ള റബ്ബേ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാഹുവേ പടച്ചവനെ പാപികളാണ് ദോഷികളാണ് അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവും ഒറ്റക്കും കൂട്ടായും ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരാണ് റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ മഗ്ഫിറത്ത് നൽകണേ അല്ലാ മർഹമത്ത് നൽകണേ അല്ലാ നരകമോചനം തരണേ അല്ലാ സ്വർഗ്ഗപ്രവേശനം തരണേ അല്ലാ സ്വർഗ്ഗത്തിൽ ഞങ്ങളുടെ നേതാവ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സന്തോഷത്തോടെ ഞങ്ങളുടെ കുടുംബാദികൾ എല്ലാവരോടൊപ്പം ഒരുമിച്ച് ചേരാനുള്ള മഹാസൗഭാഗ്യം നീ നസീബാക്കണേ അല്ലാ അല്ലാഹുവേ അതിന് തടസ്സമാകുന്ന തെറ്റുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി നിൽക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീക്ക് തരണേ അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഭാര്യ സന്താനങ്ങൾ, ഉസ്താദുമാര്, ഞങ്ങളുടെ കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവര്, അല്ലാഹുവേ ഭർത്താക്കന്മാര്, ഞങ്ങളുടെ ഇഷ്ടജനങ്ങൾ, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവർ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഖബറിലാണ്. അല്ലാഹുവേ അവരുടെ ഖബറെല്ലാം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുമൊക്കെ മരിച്ചു പോവാനുള്ളവരാണ് ഞങ്ങളും. അല്ലാഹുവേ മരണപ്പെട്ട ആരുടെ മണ്ണിലേക്ക് ഖബറിലേക്ക് ചെല്ലുമ്പോ ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ റഹ്മാനേ. അല്ലാഹുവേ ഈ സദസ്സ് കാണുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് ഉപ്പമാരുണ്ട്, ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങൾ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തരണേ അല്ലാ. വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാ, സങ്കടങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും നീ ഖൈർ ബറകാത്തുകൾ കൊടുക്കണേ അല്ലാ, സലാമത്തുകൾ കൊടുക്കണേ അല്ലാ. മാരകമായ അസുഖങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ക്യാൻസർ തരല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാ, കിഡ്നിക്ക് പ്രോബ്ലം തരല്ലേ അല്ലാ. പ്രഷർ ഉള്ളവരുണ്ട്, ഷുഗർ ഉള്ളവരുണ്ട്, കൊളസ്ട്രോൾ ഉള്ളവരുണ്ട്, യൂറിക് ആസിഡ് കൂടിയവരുണ്ട്, അതുപോലെ തൈറോയിഡിന്റെ പ്രശ്നമുള്ളവരുണ്ട്, വെരിക്കോസിന്റെ അസുഖമുള്ളവരുണ്ട്. അല്ലാഹുവേ ശാരീരികമായ മാനസികമായ എന്തെല്ലാം ബുദ്ധിമുട്ട്, പ്രയാസ, പ്രതിസന്ധികൾ ഉണ്ടോ എല്ലാം നീ മാറ്റിത്തരണേ അല്ലാ. നരമ്പിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിസന്ധി അനുഭവിക്കുന്ന സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. എല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെയെല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കണേ അല്ലാ. അവരുടെ പഠനങ്ങളിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ഓർമ്മശക്തി കൊടുക്കണേ അല്ലാ. എക്സാമുകൾക്ക് നല്ല മാർക്ക് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾ ജോലി അന്വേഷിക്കുന്നവരുണ്ട്, ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ വിദേശത്ത് പോവാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ട്, ഖൈർ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്,
പറയുന്നവരുണ്ട്, ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ദമ്പതിമാരാണ് ഉസ്താദെ ദ്വാരക്കണമെന്ന് പറഞ്ഞത്. അവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളിൽ നീ നന്മ തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, വിവാഹം ശരിയാവാത്ത ഒരുപാട് സഹോദരിമാര് സഹോദരങ്ങൾ, ഖൈറായ ഇണകൾ അവർക്ക് നീ കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഈ വിനീതന്റെ വീട് പണി ഉൾപ്പെടെ അല്ലാഹുവേ നീ വേഗത്തിലാക്കി തരണേ അല്ലാ, പൂർത്തീകരിച്ച് തരണേ അല്ലാ. കടങ്ങൾ വെക്കല്ലേ അല്ലാ, കടങ്ങളുണ്ട് നീ മാറ്റിത്തരണേ അല്ലാ. ലക്ഷക്കണക്കിന് രൂപ കടങ്ങളുള്ള സഹോദരന്മാര് സഹോദരിമാര് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് കൊടുക്കണേ അല്ലാ, ജോലി കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ നല്ല ജോലി കൊടുക്കണേ റഹ്മാനെ. ഹലാലായ സമ്പത്ത് തരണേ അല്ലാ, ഹറാമായ സമ്പത്തിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ആപത്ത് മുസീബത്ത് കണ്ണീർ സിഹറിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വാഹനം ഞങ്ങളുടെ കുടുംബം എല്ലാത്തിലും അല്ലാഹുവേ നീ ബറക്കത്തും സലാമത്തും സന്തോഷവും നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്, അപകട മരണങ്ങൾ തരല്ലേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ശരീരം അല്ലാഹുവേ ഫ്രീസറിൽ വെച്ച് ഇങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കാത്തുവെക്കുന്ന ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ ശരീരം കീറുമുറിക്കുന്ന പോസ്റ്റ്മോർട്ടം തരല്ലേ അല്ലാ. അല്ലാഹുവേ ഖൈറായ സമയത്ത് ഖൈറായ സ്ഥലത്ത് വെച്ച് ഖൈറായ നല്ല വാക്കുകൾ പറഞ്ഞു മരിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ ഇനി വരുന്ന വർഷം ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ. അവരുടെ ആ മനസ്സിലുള്ള ഹജ്ജിന്റെ ആ വലിയ ആഗ്രഹം നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. അതിന്റെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ജീവിതത്തിൽ ഖൈറും സലാമത്തും ബറക്കത്തും റാഹത്തും എല്ലാവിധത്തിലുള്ള സന്തോഷവും നൽകണേ അല്ലാ. ഒരുപാട് മുഅ്മിനീങ്ങൾ ഉസ്താദേ പ്രത്യേകം ദുആരക്കണേ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഓരോ വീഡിയോകൾക്ക് താഴെ അല്ലാഹുവേ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കമന്റുകളാണ് റഹ്മാനെ. ആരൊക്കെ ദുആ ചെയ്യാൻ പറയുന്നു, എല്ലാ മുഅ്മിനീങ്ങളുടെ മനസ്സ് നീ അറിയുന്നവരാണ്, കാണുന്നവരാണ്. അവരെ നീ നിരാശരാക്കല്ലേ അല്ലാ. അല്ലാഹുവേ അവരുടെയൊക്കെ മനസ്സിന്റെ എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. ബുദ്ധിമുട്ട് കടങ്ങളൊക്കെ വീട്ടി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഹലാലായ ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാ. എല്ലാ ഉദ്ദേശങ്ങളും നീ ഖൈറിലാക്കി തരണേ അല്ലാ, സഫലീകരിച്ച് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ മുഹറം മാസത്തിലാണല്ലോ ഞങ്ങളുള്ളത്. ഈ മുഹറം മാസം, ഈ ഒരു പുതുവർഷം ഞങ്ങൾക്ക് ബറക്കത്തിന്റെ മാസമാക്കണേ അല്ലാ, വർഷമാക്കണേ അല്ലാ, സന്തോഷത്തിന്റെ മാസമാക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ദിക്ർ ഔറാദുകൾ സ്വീകരിക്കണേ അല്ലാ. ഓരോ ദിക്റിനും വ്യത്യസ്തമായ ഗുണങ്ങളുണ്ട്, അത് മുഴുവനും ഞങ്ങൾക്ക് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, നിന്റെ ത്വാഅത്തിലായി ജീവിക്കാൻ, ഈമാനോടുകൂടി മരിക്കാൻ, അവസാനം സ്വർഗ്ഗത്തിൽ മുത്തായ റസൂലിന്റെ കൂടെ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങൾ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. എന്തെങ്കിലും ഞങ്ങളൊക്കെ ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീ പരിഹരിച്ച് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, നിന്റെ ലിഖാ, നിന്നെ കാണാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ അല്ലാ. ഈ ദുആക്ക് ആമീൻ പറയുന്ന ഉമ്മമാരെ ഉപ്പമാരെ നീ സ്വീകരിക്കണേ അല്ലാ. അവർക്കൊക്കെ ജീവിതത്തിൽ നന്മ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാ, നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. നമ്മുടെ മജ്ലിസിന്റെ ആ ലിങ്കുകളൊക്കെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അവരൊക്കെ കാണട്ടെ, അവരൊക്കെ ദിക്ർ ചൊല്ലട്ടെ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.